നമുക്കിന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാമേ. എവിടെയാണെന്നറിയാവോ? ഞാൻ എന്തിനാ പറയുന്നത്, നിങ്ങൾ ആദ്യമേ കണ്ടു കാണുമല്ലേ. അതേ, നമ്മൾ കടവന്ത്രയിലുള്ള സ്റ്റുഡിയോയിലാണ് പോകുന്നത്. നമ്മുടെ പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഈ ഡ്രസ്സ് എനിക്കുണ്ട് എന്ന്. അതുപോലെ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഡ്രസ്സുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. വന്ന വഴി തന്നെ പാറക്കുട്ടിക്ക് ഇതാ ആ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അത് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഡ്രസ്സ് നോക്കുന്നതുകൊണ്ടും അമ്മുക്കുട്ടിക്ക് ആ അളവില്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പിന്നെ ദേ ഈ ഒരു പാൻറ് നോക്കി, ഇത് എങ്ങനെയുണ്ട്? ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ. ഈ ഡ്രസ്സൊക്കെ എടുത്ത് കുറേ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ട് നോക്കാനായിട്ട് അമ്മുക്കുട്ടി ട്രയൽ റൂമിലേക്ക് പോയി കേട്ടോ. ദേ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ്. ഈ ബ്ലാക്ക് ടീഷർട്ടും എടുത്തു, ഈ പാൻറ്റും എടുത്തു. ഈ ടീഷർട്ട് കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ സെയിം ടീഷർട്ട് തന്നെ നമ്മുടെ കയ്യിലും ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് കുറേ പേര് കമൻറ്റ് ചെയ്തു, ഈ സ്റ്റാർ ബാക്ക് സൈഡിലാണ് വരുന്നതെന്ന്. ശരിക്കും അല്ല കേട്ടോ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വരുന്നത്. അത് ചിലപ്പോൾ ഇനി നിങ്ങൾ വാങ്ങിയതിൻ്റെ ബാക്കിലാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വാങ്ങിയതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ സ്റ്റാർ വരുന്നത്. അങ്ങനെ എന്തായാലും രണ്ടുപേർക്കും ഒരേപോലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാറക്കുട്ടിക്ക് വെറുതെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ആ ഒരു സ്ലിപ്പർ പോലത്തെ ആ ഒരു ചെരുപ്പില്ലേ അത് വാങ്ങി കേട്ടോ. അത് പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയമുണ്ടല്ലോ ഗൈസ്, ഇതിപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തില്ലേ ഈ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി ഗൈസ്, പെട്ടെന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഈ ചെരുപ്പ് സ്റ്റുഡിയോയിൽ പോയി ആരും മേടിക്കണ്ട കേട്ടോ. അധികം ഒന്നും ഇട്ടിട്ടില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി. സത്യം പറഞ്ഞ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സാധനം അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ ചെരുപ്പ് മേടിച്ചിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചു, പെട്ടെന്ന് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാറക്കുട്ടി ചെരുപ്പ് മേടിച്ചപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി ദേ പോയി കാലിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അമ്മുക്കുട്ടിയുടെ സൈസിലുള്ള ചെരുപ്പ് അവിടെ വന്നിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി വലിയ കുട്ടിയില്ല. പാറക്കുട്ടിക്ക് ശരിക്കും ഇപ്പോഴാണ് പാറക്കുട്ടിയുടെ സൈസിനുള്ള ചെരുപ്പൊക്കെ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലും ചെറിയ കുട്ടികൾക്ക് അവിടെ കിട്ടത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കുട്ടി ഇപ്പോൾ എടുക്കുന്നത് വലിയ ആൾക്കാരുടെ സ്മോൾ സൈസാണ്, ഏറ്റവും ചെറിയ സൈസില്ലേ അതാണ് പാറക്കുട്ടി എടുക്കുന്നത്. അമ്മുക്കുട്ടി ഓരോ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പാകമാകത്തില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുകയാണോ? വെക്കേഷനായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയോ? നമ്മൾ മൂന്നാറൊക്കെ ട്രിപ്പിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും ഇടാവേ. പാറക്കുട്ടിക്ക് ആകെ ഡൗട്ടായി കേട്ടോ, ഈ ചെരുപ്പ് വേണോ വേണ്ടായോ, സൈസ് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പാറക്കുട്ടി വേറെ കുറേ ചെരുപ്പൊക്കെ പോയി നോക്കി കേട്ടോ. അങ്ങനെ ആ ചെരുപ്പ് കൺഫേം ആക്കിയ ശേഷം ദേ നമ്മൾ കമ്മലൊക്കെ വാങ്ങാനായിട്ട് വന്നു കേട്ടോ. ദേ കണ്ടില്ലേ ഈ കമ്മൽ, പിന്നെ ദേ ഈ ഒരു നെയിൽ പോളിഷ് റിമൂവർ, പിന്നെ നമ്മുടെ പ്ലെയിനായിട്ടുള്ള നെയിൽ പോളിഷ് ഇല്ലേ, നെയിൽ പോളിഷ്, പിന്നെന്താണ്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു 2 മാലയും കൂടെ വാങ്ങി. നെയിൽ പോളിഷ് ദേ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത്. നല്ല കളറായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കയ്യിലും കാലിലും ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി പിന്നെ അതേ അവിടെ ചെന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കീ ചെയിൻ വേണമെന്നും പറഞ്ഞാൽ നല്ല ബഹളമായിരുന്നു പാറക്കുട്ടി. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത്ര അത്യാവശ്യമൊന്നും അല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ, പിന്നെ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മുക്കുട്ടിക്ക് ഈ ഒരു സ്കേർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഇത് മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. പക്ഷെ അത് അമ്മുക്കുട്ടിയെക്കാളും ചെറിയ കുട്ടികൾക്കുള്ളതാണ്. വെറുതെ നമ്മൾ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. വല്ല ഡാൻസിനൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ചെറിയ സൈസായിരുന്നു വാങ്ങിയില്ല കേട്ടോ. പിന്നെ ദേ ഈ ഒരു സൺസ്ക്രീൻ വൈപ്സ് മേടിച്ചു, 49 റുപ്പീസ്. അങ്ങനെ നമ്മൾ വാങ്ങാൻ വന്ന കാര്യങ്ങളൊക്കെ വാങ്ങി. പാറക്കുട്ടിക്ക് അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറയും കേട്ടോ. പാറക്കുട്ടിക്ക് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ്. ഡ്രസ്സ് എടുക്കാൻ മാത്രമല്ല അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പാറക്കുട്ടി കുറേ പ്രാവശ്യം ഇങ്ങനെ പറയും കേട്ടോ. അമ്മുക്കുട്ടി പക്ഷേ അങ്ങനെയൊന്നുമല്ല, അമ്മുക്കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അവിടെ ചെന്നാൽ മേക്കപ്പ് ചെയ്യും അല്ലേ അമ്മുക്കുട്ടി? അതെ ഗൈസ്, എനിക്ക് മേക്കപ്പിൻ്റെ ക്രേസ് ആയിരുന്നു അവിടെ പിന്നെ ലിപ്സ്റ്റിക്ക് മെയിൻ ആയിട്ട് ഇടും. പിന്നെ ഞാൻ അവിടെ ചിലപ്പോഴൊക്കെ നെയിൽ പോളിഷ് ചെയ്യും. പിന്നെ എന്തുവാ കുറേ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യും. എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ എനിക്ക് എല്ലാ ലിപ്സ്റ്റിക്കും അങ്ങനെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ കാണിച്ചിടും. പിന്നെ ഞാൻ എൻ്റെ ഉടുപ്പ് വെച്ച് ഞാൻ വൈപ്പ് ചെയ്യും ഗൈസ്. എന്ന് വെച്ചാൽ എന്തുവാ അവിടെ ഇതുണ്ട് നെയിൽ പോളിഷ് വൈപ്പ് ചെയ്യുന്ന ഇത്.
ടിഷ്യൂ പേപ്പർ, പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇത് അമ്മയ്ക്ക് പറ്റിയ ഹൈറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഊഞ്ഞാൽ ആടുവാണ് ഞാനും പാറും. പിന്നെ എങ്ങനെ ഫണ്ണായി. പിന്നെ ഗൈസ്, ആ മാല ഉണ്ടോ, അതെനിക്ക് ദൈവം തന്ന മാലയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ആ മാല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇടും. പിന്നെ ഒരു പുതിയ ചെയിന് മേടിച്ചായിരുന്നു. പിന്നെ അത് വെച്ചായിരുന്നു ഞാൻ ആ മാല ഇട്ടത്. പിന്നെ അമ്മ വിളിച്ച് കുറേ വട്ടം ഇറങ്ങാൻ പോവാന്ന്. പക്ഷേ ഞാനും പാറും കേട്ടില്ല. പക്ഷെ പാറു ചിലപ്പോഴൊക്കെ കേൾക്കും. പക്ഷെ പാറുവിന് പറ്റിയ ഊഞ്ഞാലാണ് ആ വൈറ്റ്. പിന്നെ എനിക്ക് പറ്റിയ ഊഞ്ഞാലാണ് മറ്റേ ഇത്. പിന്നെ കണ്ടോ, ഞാനൊരു ഇച്ചിരി കാര്യം പറയാനായിട്ട് അമ്മൂൻ്റെ അടുത്തോട്ട് മൈക്ക് കൊണ്ടുപോയതാണ്. അമ്മുക്കുട്ടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പാറക്കുട്ടി അമ്മുക്കുട്ടിയും ഇവിടെ ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വിളിച്ചാൽ വരത്തില്ല, ആ കാര്യമൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സീസോയിൽ കയറുന്നുണ്ട്. ഈ സ്റ്റുഡിയോയിൽ വരാൻ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അമ്മുക്കുട്ട? ഗൈസ്, അതാണ്. പിന്നെ സീസണിൽ കുറേ വട്ടം കളിച്ചു. പക്ഷേ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. എന്നുവെച്ചാൽ പാറുണ്ടായിരുന്നു ഭയങ്കര ഹൈറ്റ്. പിന്നെ എൻ്റെ പ്രശ്നം പിന്നെ വീഴുന്നായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പാറിനോട് പറഞ്ഞു, പാറ നിർത്ത് എനിക്ക് പേടിയാവുന്നു. പിന്നെ പാറ അങ്ങനെയൊന്നും ചെയ്തില്ല. പാറ ആസ്വദിച്ച് കളിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി. പിന്നെ ഗൈസ്, എൻ്റെ കൊലുസ് കണ്ടോ, നല്ല കിളിങ്ങും. പിന്നെ സ്ലൈഡിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. പറഞ്ഞു. അയ്യോ, എനിക്ക് ചിരി വരുന്നു ഗൈസ്. അമ്മുകുട്ടി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റുഡിയോ വീഡിയോ.